Hi everyone, welcome to Kottayam Kitchen YouTube channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ കറിയുമായിട്ടാണ്, പാലക് ചിക്കൻ കറി. ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടി 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് സവാള കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. അത് കറിയിലേക്ക് നന്നായിട്ട് ചേർന്ന് കറി നല്ല തിക്കായിട്ട് കിട്ടും. ഒരു വലിയ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഇതിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സവാള വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വേണം കൊടുക്കാൻ. സവാളയും തക്കാളിയും വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മസാല നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ പീസസ്, ഞാനിവിടെ ബോൺലെസ് പീസസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വിത്ത് ബോൺ പീസസ് യൂസ് ചെയ്യാം, അതാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുന്നത്. ചിക്കൻ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ആ സമയത്ത് നമുക്ക് പാലക് ചീര, പച്ച കളറിലുള്ള ചീരയ്ക്കാണ് പാലക് ചീര എന്ന് പറയുന്നത്, അത് അരിഞ്ഞെടുക്കാം. അതിൻ്റെ തണ്ട് ആവശ്യമില്ല, ഇലകൾ മാത്രം നീളത്തിൽ അരിഞ്ഞെടുക്കുക. പത്ത് മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പിടി കശുവണ്ടി വെള്ളത്തിലിട്ട് വെക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ചീരയും വെന്തിട്ടുണ്ട്. ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് കസ്തൂരി മേത്തി. ഉലുവ ഉണക്കിപ്പൊടിച്ചതാണ്, ഉലുവയുടെ ഇലകൾ, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർക്കാം. നമ്മൾ കശുവണ്ടി അരച്ചെടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമൊക്കെ ചിലപ്പോൾ കുറച്ച് മധുരം ചേർന്നായിരിക്കും വരുന്നത്. കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് നോൺ വെജ് കറികൾക്ക് നല്ലത്. ചിക്കൻ ആയോ എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഫ്ലേവർ കൂടെ കിട്ടും.
നല്ല തിക്ക് ആൻഡ് ക്രീമി പാലക് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് നല്ലൊരു ക്രീമി ചിക്കൻ കറി റെഡിയാക്കിയെടുക്കാം. ഗ്രേവി ഒരുപാട് വേണ്ടവർക്ക് ചിക്കൻ വെന്തതിന് ആദ്യം തന്നെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് ഇതുപോലെ ചിക്കൻ കുറച്ച് കുറുക്കിയെടുക്കാം. ഇത് നാനിൻ്റെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. ചപ്പാത്തിക്കും ഗീ റൈസിനും വെജിറ്റബിൾ റൈസിനൊക്കെ നല്ല ബെസ്റ്റാണ്. എല്ലാവരും ഇന്ന് ഈ ഒരു പുതിയ വെറൈറ്റി ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് തരാനും മറക്കരുതേ. താങ്ക് യു.